ഡോക്ടർ ജയരാജ് ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ ജയരാജ്, എന്തിനാണ് വേടനെ ഇങ്ങനെ ആഘോഷിക്കുന്നത്? അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയില്ലേ? വേടനെ എന്തിനാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ഒരു യാഥാസ്ഥിതിക മനോഭാവം മാറ്റിവിട്ടിട്ട് പുതിയ സംഗീതത്തിനെക്കുറിച്ച് മനസ്സിലാക്കണം. പുതിയ സംഗീതം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കോ അല്ലെങ്കിൽ റാപ്പോ റെഗേ എന്നോ അത്ര പുതിയ സംഗീതമൊന്നുമല്ല. ലോകത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നടക്കുന്നെന്നും ലോകത്തിൽ പല വിപ്ലവങ്ങളും സാധ്യമാക്കിയത് ഇത്തരം സംഗീതത്തിലൂടെയാണെന്നുള്ള തിരിച്ചറിവാണ് പലപ്പോഴും ഇത്തരം ആളുകളെ മനസ്സിലാക്കാൻ നമുക്ക് അളവുകോലായി വർത്തിക്കുന്നത്. An artist must be an authentic creator and in every sense a revolutionary, a man as dangerous as a guerrilla because of his great power of communication എന്ന് പറഞ്ഞത് വിക്ടർ ജാറ എന്ന് പറഞ്ഞ ചിലിയിലെ ഏറ്റവും പ്രശസ്തനായ ഗാനരചയിതാവും പാട്ടുകാരനും ഒക്കെ ആയിരുന്ന ആളാണ്. അതിനുശേഷം ഒരുപാട് പേരുടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വയലറ്റ പാറ എന്ന് പറഞ്ഞ പാട്ടുകാരി പാടിത്തിമിർത്ത ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾക്കെല്ലാം അവർ പറഞ്ഞത് എൻ്റെ കയ്യിലൊരു ഗിറ്റാറും എനിക്കൊരു സ്വരവും ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് വയലറ്റ പാറ പറഞ്ഞത്. അതുപോലെ അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ച ടൂപാക് ഷാക്കൂർ എന്ന് പറഞ്ഞ ഈ പാനലിലുള്ളവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് കലാകാരനെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, കലാകാരൻ അതിനെയാണ് എതിർക്കുന്നത്. അദ്ദേഹം ഈ പാട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് ഇപ്പൊ എന്നെ അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാണ്. പ്രധാനമന്ത്രി അദ്ദേഹം മോശമായ അഭിസംബോധന ചെയ്തു അല്ലെങ്കിൽ മോശമായ എന്തോ പറഞ്ഞു എന്നുള്ളതാണ്. ആ ക്ലിപ്പിംഗ് ഞാൻ കേട്ടതാണ്. അതിനകത്ത് രാജാവ് എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഒരു രാജാവ് അല്ലെങ്കിൽ നരേന്ദ്രമോദി ദേശദ്രോഹിയാണോ ഡോക്ടർ ജയരാജ് എന്ന് നരേന്ദ്രമോദി എന്നൊന്നും പറയുന്നില്ല. മോദി ഇല്ല, വോയിസ് ഓഫ് ദ വോയിസ് മോദി, ശബ്ദമില്ലാത്തവന്റെ സംഗീതം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആൽബം ഇറങ്ങുന്നത് 2020 2020 എഴുതിയ ആ ആൽബത്തിനകത്ത് അദ്ദേഹം തന്നെ സംഗീതം കൊടുത്ത് അദ്ദേഹം തന്നെ പാടി അദ്ദേഹം തന്നെ അവതരിപ്പിച്ച അദ്ദേഹം തന്നെ യൂട്യൂബിലിട്ട വീഡിയോയിൽ എവിടെയും നരേന്ദ്രമോദി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. ഞാൻ അയച്ചു തരാം ഈ ഡിബേറ്റ് നരേന്ദ്രമോദി എങ്ങനെയാണ് പോയിന്റ് 1. ഞാൻ ജനൻ ടിവിയുടെ ക്ലിപ്പിംഗ് തന്നെ കണ്ടിട്ടാണ് ഈ പറയുന്നത്. മോദി ആദ്യം പറയുന്നത്. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ കൗൺസിലർ കൊടുത്ത അതിനോടനുബന്ധമായിട്ട് ഇതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. മോദി ഒന്നുകൂടെ കേൾപ്പിക്കണോ താങ്കളെ? മോദി നീരവ് മോദി ആവാം, ഏത് മോദി വേണമെങ്കിലും ആവാമല്ലോ. ബെസ്റ്റ്. കേൾപ്പിക്കുക. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, ഓക്കെ. അടുത്ത വരട്ടെ, പോയിന്റ് 2. ഇപ്പോൾ അങ്ങനെ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറഞ്ഞത് കണക്കോലെ എന്തിനാണ് വേടനെ ഇത്രയധികം ഭയപ്പെടുന്നത് ആളുകൾ? അത് അത്തരം കമ്മ്യൂണിക്കേഷനിലൂടെ പുതിയ തലമുറ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ വിജയം തന്നെയാണ്. വേണ്ട, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ വിജയം തന്നെയാണ്. ഇത്രയധികം ജനസാമാന്യ അയാൾ ആര് സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നതെന്നല്ലോ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്യുന്ന പറഞ്ഞാൽ അവർ സംഗീതത്തിനെതിരാണ്. അവർ അത്തരത്തിലുള്ള ഒരു സ്പോൺസർഷിപ്പ് പരിപാടിക്കും പോകത്തില്ല. സംഗീതം കേൾക്കാൻ പോലും പാടില്ല എന്ന് പറയുന്നവരാണ് ആ കൂട്ടർ. അതുകൊണ്ട് ആ ഒരു സ്പോൺസർഷിപ്പിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അതിനി പറയണ്ട. കാരണം കാശ്മീരിൽ ഇപ്പോൾ പഹൽഗാമിലെ ഭീകരരെന്നൊക്കെ ഉദ്ദേശിച്ച് വരുന്നത് ഇവിടുത്തെ PFIയോ SDPIയോ ജമാഅത്ത് ഇസ്ലാമിയോ എന്നൊക്കെ ഉദ്ദേശിച്ചാണെങ്കിൽ അവർക്ക് സംഗീതത്തിന് എതിരാണ്. അവർ സാധാരണഗതിയിൽ അങ്ങനെയാണ് ഹാലളകുന്നത്. ഈ സുഡാപ്പികൾക്കാണ്, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട്. ഒരുപക്ഷെ അവരുടെ വ്യക്തിപരമായ വിരോധം ചിലപ്പോൾ ശശികല ടീച്ചർ പറഞ്ഞതുകൊണ്ടായിരിക്കാം. ബെസ്റ്റ്. ശശികല ടീച്ചർ പറഞ്ഞതുകൊണ്ടാവാം ഒരുപക്ഷെ അവരങ്ങനെ എതിർക്കുന്നത്. ശശികല ടീച്ചറിനോടുള്ള എതിർപ്പായിരിക്കാം ചിലപ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത്. ഡോക്ടർ ജയരാജ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ശശികല ടീച്ചർ ഇവിടെ കൃത്യമായിട്ടുള്ള വിശദീകരണം തന്നു എന്തുകൊണ്ട് ടീച്ചർ അത് പരാമർശിച്ചു എന്നുള്ളത്. നോക്കൂ, കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ ഒരു ചെറുപ്പക്കാരൻ അല്ലേ? ആ ചെറുപ്പക്കാരനെ നരേന്ദ്രമോദിയുടെ പോലീസൊന്നും അല്ലല്ലോ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. പിണറായിയുടെ ആൾക്കാർ തന്നെയല്ലേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? നിയമപാലകർ തന്നെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അല്ലേ? നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ.
അതിനുശേഷം കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രാജ്യത്ത് പോലീസിന്റെ നിയമങ്ങളുണ്ട്. സംരക്ഷണയിൽ സർക്കാർ പരിപാടിയിൽ കൊണ്ടിരുത്തുക എന്ത് സന്ദേശം അത് നൽകുന്നത്? എന്നിട്ട് ഇപ്പുറത്ത് എഴുതി വെച്ചിരിക്കുക സേ നോ ടു ഡ്രഗ്സ്, ഇപ്പുറത്ത് ഒരു കാര്യം വേടന്റെ ഞാൻ തല. പറയട്ടെ. എന്താ മനസ്സിലാക്കേണ്ടത്? 7 പേരിരിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ആ വേടനെ അറസ്റ്റ് ചെയ്ത ഏത് സെറ്റപ്പിലാണ്? 8 പേരിരിക്കുന്ന ഒരു റൂമിൽ 7 ഗ്രാം വേടൻ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ന്യായീകരിക്കണ്ട. കൊണ്ട് നടക്കാവുന്ന വേടൻ തന്നെ പറഞ്ഞല്ലോ, എനിക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് വേടൻ തന്നെ പറഞ്ഞല്ലോ. ജയരാജ് അന്നേരം ഉപയോഗിച്ചെന്നല്ല പറഞ്ഞ, മുൻപ് ഉപയോഗിച്ചിരുന്നു, ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ആ സന്ദർഭത്തിൽ ഉപയോഗിച്ചില്ല പറ്റിപ്പോയതാണ് പറഞ്ഞത്, അല്ലാതെ ഞാൻ പണ്ട് കഞ്ചാവ് വലിച്ചത് തെറ്റായിപ്പോയി ഇപ്പൊ വലിച്ചത് ശരിയാണെന്നൊന്നല്ല പറഞ്ഞത്. എന്നിട്ട് പറയുന്നത് അത് പോട്ടെ അയാൾക്കെതിരെ ലൈംഗികാതിക്രമത്തിന് കേസുണ്ടല്ലോ, ജാതീയമായ സ്പർദ്ധ ഉണ്ടാക്കുന്നു, ലൈംഗികാതിക്രമത്തിന് കേസുണ്ടല്ലോ, അയാൾ പരസ്യമായ അസഭ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. കേൾക്കൂ, അതൊന്നും അല്ലല്ലോ പറഞ്ഞത്, അതൊന്നും അല്ലല്ലോ പ്രസംഗിച്ചത്. വേടനെ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ മ്ലേച്ഛമായ ഭാഷയിലാണല്ലോ പിന്നെ ഈ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. ആ പ്രസംഗം ഞാൻ കേട്ടതാണ്. ആ പ്രസംഗത്തിൽ ഉപയോഗിച്ച പ്രയോഗം എനിക്കിവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളതുള്ളൂ. ആര് പറഞ്ഞത്? ആ പ്രസംഗത്തിൽ ഉപയോഗിച്ച പദപ്രയോഗം ഞാൻ പ്രസംഗിച്ച കാര്യം പറയുന്നത് ഡോക്ടർ ജയരാജ്. ശശികല ടീച്ചർ പറഞ്ഞ ശശികല ടീച്ചർ എന്താ ശശികല ടീച്ചർ പറഞ്ഞത്? പബ്ലിക് സ്പീക്കിങ്ങില് മൈക്ക് വെച്ച് കെട്ടി എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് പറയാൻ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാക്ക് കഞ്ചാവോളി എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചു. മലബാർ മദ്യ ഉപയോഗിക്കുന്നവൻ മദ്യപാനിയാണെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവൻ കഞ്ചാവോളി എന്ന വാക്ക് ഉപയോഗിക്കും. അതാണ് ഇത്ര വലിയ തെറി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറഞ്ഞ മലയാള ശബ്ദധരാവലിയിൽ ശശികല ടീച്ചറിൻ്റെതായ ഒരു സംഭാവനയും കൂടെ ആഡ് ചെയ്തിപ്പെട്ടിരിക്കുന്നു. അല്ല, അങ്ങനെയാണ് പിണറായി എം എം മണിയൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടല്ലോ ഡോക്ടർ ജയരാജ്. ചേർത്ത് വെച്ച് പിണറായിയും എം എം മണിയൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടല്ലോ. അതുകൂടെ പറ. പുതിയതായിട്ട് ഒരു വാക്ക് ഉണ്ടാക്കിയിട്ടില്ല. പരനാറി ഏത് ശബ്ദ ധാരാവലിയിലാണ് ഉള്ളത്? പരനാറി അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത്. പരനാറി എനിക്കറിയാത്തോണ്ടാ ചോദിക്കണേ. ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദധാരാവലി എടുത്ത് നോക്കിയാൽ അത് അതിനകത്തുണ്ട്. എന്താ പരനാറിയ? ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദധാരാവലിയിലുണ്ട് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന്. തീർച്ചയായിട്ടും കനാറി എന്നുള്ള വാക്കുണ്ട്, നാറി എന്നുള്ള വാക്കുണ്ട്, പരനാറി എന്നുള്ള വാക്കുണ്ട്. ഇതിന് ഓരോന്നിന്റെ അർത്ഥം ഞാൻ വേണമെങ്കിൽ വ്യത്യസ്തമായിട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വൈയാകരണന്മാരോട് ചോദിക്കാം. വ്യാകരണം കൈകാര്യം ചെയ്യുന്നവരുടെ ഞാൻ ചോദിക്കാം. ഒരു നിമിഷം ഡോക്ടർ ജയരാജ് എന്ന ഒരു കാര്യം ചെയ്യും. ഡോക്ടർ ജയരാജ് ഈ വേടനെ സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് നിയമിക്കുക. മൂന്നാമത്തെ പോയിന്റ് പിന്നെ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, ഇതിനകത്ത് ഇടപെടാതിരിക്കൂ. ജാതിപരമായി സ്പർദ്ധ ഉണ്ടാക്കുന്നു. ജാതി പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജാതീയമായി അടിച്ചമർത്തൽ ഉണ്ടാക്കുക എന്നൊക്കെയാണല്ലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ അങ്ങനെ ജാതി വിവേചനമൊന്നുമില്ല. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ദുരഭിമാന കൊല നടക്കുന്നത്. കർണാടകയിലാണ് ബ്രാഹ്മണർ കഴിച്ച ഭക്ഷണത്തിനകത്ത് എച്ചിലിൽ കിടന്ന് ഉരുളുന്ന ഒരു ആചാരമോ അനുഷ്ഠാനമോ എന്താണെന്ന് എനിക്കറിയില്ല അത് പറയുന്നത്. അക്കർമാസി എടുത്ത് വായിച്ചു നോക്കിയാൽ, ശരൺകുമാർ ലംബാളയുടെ അക്കർമാസി എടുത്ത് വായിച്ചു നോക്കിയാൽ, പെരുമാൾ മുരുകന്റെ പുസ്തകങ്ങളിൽ ഇത്തരത്തിലുള്ള ജാതീയമായ പീഡനങ്ങളെ കുറിച്ച് വളരെ വിശദമായ വിവരണം തന്നെയുണ്ട്. ഇത്തരം പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന രീതിയിൽ ഇന്ത്യയിലെ ജനവിഭാഗം ഇപ്പോഴും ജനാധിപത്യത്തിന്റെ പേരിൽ അടിമത്തത്തിലാണ് ജനവിഭാഗം. പിന്നെ ചങ്ങമ്പുഴ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പറഞ്ഞത് ചങ്ങമ്പുഴ. മലയപ്പുലയൻ വാഴ നട്ടതിനെ കുറിച്ച് എഴുതിയ ചങ്ങമ്പുഴ പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥ, ജാതി വിവേചനം ഇപ്പോഴും കേരളം എന്ന് പറയുന്ന ഈ ഗോത്ര സമൂഹത്തിൽ ഇന്നും നിലനിൽപ്പുണ്ട്. കണ്ണട ചിരുട്ടാക്കിയിട്ട് പ്രിയപ്പെട്ട ജയരാജ് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് കറുത്ത വർഗ്ഗക്കാരനായ ഒരു പയ്യൻ പാടുന്നതിനോട് ഇത്ര അധികം അസഹിഷ്ണുത വരുന്നത്. പ്രിയപ്പെട്ട ജയരാജ്, ഈ കേരളത്തിൽ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നു. വേടൻ അതിനെ കുറിച്ചൊക്കെ പാടുവോ? സംഭവിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടുന്നു. വേടൻ അതിനെ കുറിച്ചൊക്കെ പാടുവോ?
ഈ അസഹിഷ്ണുത എന്തിനാണ്? Why this intolerance? സന്തോഷം. അതെ അല്ല, അതെ കറുത്ത വർഗത്തിനെതിരെ പറഞ്ഞ ഞാൻ വളരെ വെളുത്തതാണെന്ന് പറഞ്ഞൊരു സന്തോഷം. ഓക്കെ, ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ആര് വെളുത്തതെന്ന് എനിക്കറിയില്ല. വെളുത്താണോ ഇല്ല ഇല്ല കറുത്ത? സമയമായി ജയരാജ്, സമയമായി. നടേശ സാർ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്തായാലും എന്താ പറയേണ്ട, ഉറങ്ങുന്നവരെ അല്ലേ നമുക്ക് അതെ എഴുന്നേൽപ്പിക്കാം, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഒരിക്കലും എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. അല്ല, ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഈ മോശം വാക്കുകൾ ഉണ്ട്, അതിനെ വെറുതെ ന്യായീകരിച്ച് നല്ലതാക്കരുത്. ഓക്കെ, പിന്നെ ശുംഭൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളങ്ങുന്നവനെന്നല്ല, അത് നുണ പറഞ്ഞതാണത്, മനസ്സിലായില്ലേ? പരനാറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിടത്തും പ്രയോഗിക്കാത്തതാണ്. അത് ഏത് ഡിക്ഷണറിയിലുണ്ടെന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാത്തതാണ്. നിങ്ങൾ പറഞ്ഞ വ്യാകരണം പഠിച്ച ആളാണ് ഞാൻ. ഡിക്ഷണറിയിലുള്ള അർത്ഥത്തിന് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് മാത്രമാണുള്ളത്. ലോകത്തിലെ വ്യവഹാരത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അങ്ങനെയുള്ള വ്യവഹാരത്തിൽ ആണ് നല്ലതേത് ചീത്തയേത് എന്ന് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതിനെല്ലാം നേരെ തിരിച്ചെടുക്കുന്നത് ശരിയല്ലത്. പിന്നെ തെറ്റുകൾ ആര് ചെയ്താലും അതിനെ ന്യായീകരിച്ച് ശരിയാക്കരുത്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആധുനിക സംഗീതത്തിൻ്റെ പടത്തലവനെന്നാണ് പറഞ്ഞിരിക്കുന്നത് MV ഗോവിന്ദൻ മാഷ. അപ്പം നാളെ കലാമണ്ഡലത്തിലും RLVയിലും അതുപോലെ തന്നെ സംഗീത കോളേജിലൊക്കെ ചെന്നിട്ട് ഒരു കാര്യം ചെയ്ത് നിർത്തിക്കോളൂ പരിപാടി. നാളെ നമ്മുടെ വേടൻ്റെ പാട്ട് ആധുനിക സംഗീതമാണ്, വിപ്ലവമാണ്. ഇനി അത് മതി എന്ന് പറയാനുള്ള പുറപ്പാടാണോ? ഇതെല്ലാം വളരെ വളരെ മോശമായ പ്രവണതകളാണ്. ഒരു കാരണവശാലും ഇതിനെ ന്യായീകരിക്കരുത് എന്നൊരൊറ്റ കാരണം മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കും.